വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്കാമിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2024 സെപ്റ്റംബർ 3 കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ഞാൻ ചെയ്തിരുന്നു. മറ്റു പല പ്രമുഖരും അതിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രൊഫൈൽ, എൻ്റെ ഫോട്ടോ ആണ് എൻ്റെ അനുവാദമില്ലാതെ ഇവർ ബിസിനസ്സിൻ്റെ ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. ബിസിനസ് വാട്സപ്പിലൊക്കെ ഇവർ എൻ്റെ പിക്ചറാണ് പ്രൊഫൈലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെൻ്റെ അറിവോടുകൂടിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായിട്ട് അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഒപ്പം എൻ്റെ കൂടെ അന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് അദ്ദേഹത്തിനെ പേഴ്സണലി അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹവും നടപടികൾ എടുത്തുകൊള്ളാം എന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒരു ഇനോഗ്രേഷൻ നമുക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും PR ഏജൻസി വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമ്മൾ അതിന് എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട് എന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ഞാനും ഇതിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പും ശേഷവും എനിക്ക് ഇതിൻ്റെ ഡയറക്റ്റ് ഇവരുടെ ആരുമായിട്ടും എനിക്ക് യാതൊരു തരത്തിലും ബന്ധം ഇല്ല. എനിക്കിവരെ പേഴ്സണലി അറിയില്ല. ഇവര് എൻ്റെ സമ്മതമില്ലാതെയാണ് അന്ന് ഇനോഗ്രേഷൻ അവരെടുത്ത എൻ്റെ ഫോട്ടോ അവർ പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പല കുഞ്ഞുങ്ങളും അവരുടെ നല്ല ഭാവി കണ്ടുകൊണ്ട് പൈസ ഉണ്ടാക്കി, പല മാതാപിതാക്കളും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി പൈസ അടച്ച് പിന്നീട് ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു വിവരവുമില്ല. ഞാൻ ഇവരുടെ ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂസ് എൻ്റെ അടിയിലുണ്ടായിരുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 300-ലധികം കുട്ടികളാണ് ഇവരുടെ തട്ടിപ്പിനിരയായിരിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എത്രയും വേഗം നിയമപരമായി മുന്നോട്ട് പോവുക. കേരളത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇനി സമയം ഒട്ടും തന്നെ കളയാതെ ലീഗലി തന്നെ മൂവ് ചെയ്യുക. ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ സമ്മതമില്ലാതെ ഈ ഒരു തട്ടിപ്പിന് വേണ്ടിയിട്ട് എൻ്റെ ഫേസ് യൂസ് ചെയ്തതിന് ഞാനും ലീഗലി തന്നെ മൂവ് ചെയ്തു. അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങളും എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത് ലീഗലി മൂവ് ചെയ്തത് കൊണ്ടാണ്, നിയമ തടസ്സമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരുടെ പേര് ഞാൻ മെൻഷൻ ചെയ്യാത്തത്. ഇതിൻ്റെ ഭാഗമായ എല്ലാവർക്കും ഇവരുടെ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഗലി മൂവ് ചെയ്യുക. ഈ തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം.